ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ? സാൽമൺ യൂസ് ചെയ്തിട്ടുള്ള മീൻകറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് സാൽമൺ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഈ ഫിഷ് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി പൊളിച്ച് കളയാനായിട്ട് എളുപ്പമാണ്. മീനിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 200 ഗ്രാം ഫിഷാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇനി ഈ ഫിഷ് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിന് ചില്ലി പൗഡർ 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് അലിയാനായിട്ട് വയ്ക്കാം. അടുത്തതായിട്ട് ഇതുപോലെ എണ്ണ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ പച്ചമുളകും സവാളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർക്കാവുന്നതാണ്. അതിനുശേഷം 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള വാളംപുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ചാറ് ഇതുപോലെ കുറുകി വരുന്നത് വരെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ മീൻകറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.